വെളിച്ചെണ്ണ വില ഇനിയും കുറയുമെന്നാണ് മന്ത്രി GR അനിൽ പറയുന്നത്. അതൊരു ആശ്വാസ വാർത്തയാണ്. ഓണത്തിന് കാർഡ് 1 സബ്സിഡി നിരക്കിൽ 2 ലിറ്റർ വെളിച്ചെണ്ണ ലഭ്യമാക്കും. വിപണിയിലെ മോശം വെളിച്ചെണ്ണ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കുമെന്നും മന്ത്രി GR അനിൽ. സബ്സിഡൈസ് റേറ്റിലുള്ള വെളിച്ചെണ്ണ കൊടുക്കുന്നതിന് പുറമെ മറ്റ് വില കുറച്ചുകൂടെ വില കൂടുതലായിട്ടുള്ള വെളിച്ചെണ്ണയും വാങ്ങാൻ കഴിയും. അതിനും വിലക്കുറവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തുമാത്രമല്ല, ഓണത്തിന് ഇപ്പോൾ ഈ മാസം ഒരു കാർഡുകാരന് 1 കിലോ 1 ലിറ്റർ വെളിച്ചെണ്ണ സബ്സിഡൈസ് റേറ്റിൽ 349 രൂപയ്ക്ക് ലഭിക്കും. അതേ കാർഡുകാരന് 4-ാം തീയതി മുതലാണ് 5-ാം തീയതി മുതലാണല്ലോ ഓണം, 4-ാം തീയതി വരെ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ അടുത്ത മാസവും അതേ കാർഡുകാരന് വാങ്ങിക്കാം. അങ്ങനെ വന്നാൽ ഒരു കാർഡുകാരന് 2 ലിറ്റർ വെളിച്ചെണ്ണ ഓണത്തിന് മുമ്പ് സബ്സിഡൈസ് റേറ്റിൽ തന്നെ ഗവൺമെൻറ് നൽകാനുള്ള നടപടിയാക്കിയിട്ടുണ്ട്. വിപണിയിൽ മോശപ്പെട്ട വെളിച്ചെണ്ണ വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നല്ല പരിശോധന നടക്കണം. യഥാർത്ഥ വെളിച്ചെണ്ണ ഉൽപ്പന്നമാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ കഴിയണം. അത് ഉറപ്പുവരുത്തി മാത്രമേ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങൾ വിൽക്കുകയുള്ളൂ. വിവരങ്ങളുമായി ദിൽഷ തിലകൻ നമുക്കൊപ്പം ചേരുകയാണ്. ദിൽഷ, അപ്പോൾ 2-3 കാര്യങ്ങളാണ് പ്രധാനമായും മന്ത്രി പറഞ്ഞത്. അതിലേതൊക്കെയാണ് പ്രധാനപ്പെട്ടത്? ബിനിൽ, ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. വെളിച്ചെണ്ണ വില കുറയുകയാണ്. അത് ഓണത്തിന് മുമ്പായിട്ട് വെളിച്ചെണ്ണയുടെ വില ഇനിയും കുറയുമെന്നാണ് മന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ്. അതിൽ ഓണത്തിന് കാർഡ് 1 സബ്സിഡി നിരക്കിൽ 2 ലിറ്റർ വെളിച്ചെണ്ണയാണ് നൽകുന്നത്. അതുപോലെ തന്നെ വിപണിയിലെ മോശം വെളിച്ചെണ്ണ, കാരണം വെളിച്ചെണ്ണയ്ക്ക് വലിയ തോതിൽ വില ഉയർന്ന സമയത്ത് വിപണിയിൽ വലിയ രീതിയിൽ മോശം വെളിച്ചെണ്ണ വ്യാപകമായിട്ട് വിൽപ്പന നടത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധനയും കർശനമാക്കുന്നുണ്ട്. എന്തായാലും മലയാളികളെ സംബന്ധിച്ച് ഓണമാണ്. വലിയ ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. ഓണത്തിന് മുമ്പായിട്ട് വില കുറയുമെന്നുള്ളത്. സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന ശബരി വെളിച്ചെണ്ണ അതിന് കിലോ 349 രൂപയ്ക്ക് വിൽക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അത് ലിറ്ററിന് 349 രൂപയും അതുപോലെ തന്നെ 1/2 ലിറ്റർ പാക്കറ്റ് 179 രൂപയ്ക്കുമാണ് നൽകുക. അതുപോലെ തന്നെ സബ്സിഡി ഇതര വെളിച്ചെണ്ണ 429 രൂപയ്ക്കും അതുപോലെ തന്നെ 1/2 ലിറ്റർ 219 രൂപയ്ക്കും ലഭ്യമാക്കും. അതുപോലെ തന്നെ ഈ മാസം 10-ാം തീയതി മുതൽ ഇത്തരത്തിൽ വില കുറവ് പ്രാബല്യത്തിൽ വരുമെന്ന് തന്നെയാണ് മന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ്. ഈ വെളിച്ചെണ്ണയ്ക്ക് വൻതോതിൽ വില ഉയർന്ന സാഹചര്യത്തിൽ വെളിച്ചെണ്ണ ഉൽപ്പാദകരുമായിട്ട് വ്യവസായ മന്ത്രിയും അതുപോലെ തന്നെ മന്ത്രി GR അനിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ധാരണയുടെ പുറത്താണ് ഇപ്പോൾ വില വീണ്ടും കുറയ്ക്കാൻ ഓരോ തീരുമാനമായിരിക്കുന്നത്. ബിനിൽ, ശരി, വില വീണ്ടും കുറയുമെന്നുള്ളത് പ്രത്യേകിച്ച് ഓണം കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആശ്വാസകരമാകും. മന്ത്രിയുടെ വാക്കുകൾ പ്രതീക്ഷയോടെ കാണുകയാണ്. ദിൽഷ തിലകനാണ് വിവരങ്ങൾ നൽകിയത്.